രാജ്യവ്യാപകമായി കോൺഗ്രസ് ED ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുകയാണ്. അവരുടെ പ്രധാന നേതാക്കളെ ED കേസെടുക്കുന്നു, അവരുടെ സ്വത്ത് കണ്ടെടുക്കുന്നു. അതൊക്കെയാണ് കേരളത്തിലും മാർച്ച് നടന്നത്. പക്ഷെ ഇതുവരെ ഇങ്ങനെ ആയിരുന്നില്ല കേരളത്തിലെ കോൺഗ്രസിന്റെ EDയോടുള്ള. കോൺഗ്രസിന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ നിലപാടിലുണ്ടായിരുന്ന ഒരു വൈരുദ്ധ്യമാണ്. അത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ നേരെ ED വരുമ്പോൾ അതിനെതിരെയുള്ള നിലപാട് അവരെടുക്കാറുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ നേരെ ED വരുമ്പോൾ അവർ ആ നിലപാടെടുക്കാറില്ല എന്നുള്ളതാണ്. അതിപ്പോൾ ഡൽഹിയിൽ തന്നെ കേജ്രിവാളിൻ്റെ കേസെടുത്താലും അതിൻ്റെ തുടർച്ചയായുള്ള നടപടികളെടുത്താലും എന്തുകൊണ്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല, കേസിൽ പെടുത്തുന്നില്ല എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് കോൺഗ്രസിൽ നാം കേട്ടിരുന്നത്. അത് കേരളത്തിലെ കോൺഗ്രസ് മാത്രമല്ല, അവിടുത്തെ കോൺഗ്രസും സ്വീകരിച്ചൊരു നിലയാണ്. അതിൻ്റെ ഭാഗമായി ഇവിടെയും ആ നിലയാണ് എടുത്തത്. എന്നാൽ തെറ്റായ കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം എപ്പോഴും കാണിക്കണം. ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും ആ നിലപാടാണ് സ്വീകരിച്ചു പോയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കത്ത് എനിക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമപരമായി അദ്ദേഹം അതിനെ ചോദ്യം ചെയ്യാനും തയ്യാറാകുന്നുണ്ട്. സാധാരണഗതിയിൽ അതിൻ്റെ ഒരു ഘട്ടം എത്തിയതിനു ശേഷം നമുക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്നുള്ളത്. അതെ, അതായത് അതിൻ്റെ നിയമ പോരാട്ടത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് കൂടി എത്തണം, എന്നിട്ടൊരു നിലപാടെടുക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. എവിടെ എത്തുന്നു നോക്കാം. അല്ല, അത് പരിശോധിക്കേണ്ട കാര്യമാണല്ലോ. ആ പെറ്റീഷൻ ഇന്നലെ കിട്ടിയതേ ഉള്ളൂ. അതിൻ്റെ പരിശോധന നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അപ്പോൾ തീരുമാനിക്കാം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചില നിയമപ്രശ്നങ്ങൾ അദ്ദേഹവും ഉന്നയിക്കുന്നുണ്ട്. ആ നിയമപ്രശ്നങ്ങൾ ഒറ്റക്കേൾവിയിൽ തള്ളിക്കളയാവുന്നതുമല്ല. അപ്പോൾ അത് പരിശോധിക്കട്ടെ, അതിനുശേഷം തീരുമാനിക്കാം എന്ത് വേണമെന്നുള്ളത്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അന്ന് പെട്രോൾ പമ്പ് ഉടമയായിരുന്ന പ്രശാന്ത് ഒരു കത്ത് അയച്ചു എന്ന് പറയുന്നു. പിന്നീട് അങ്ങനത്തെ ഒരു കത്ത് വന്നില്ല എന്ന് പറയുന്നു. ആ കത്തിൽ പിന്നീട് പോലീസ് അന്വേഷണം നടത്തുകയോ അതിൽ നടപടി എടുക്കുകയോ ചെയ്തില്ല. പിന്നീടുള്ള ഘട്ടത്തിലാണെങ്കിൽ ADM നവീൻ ബാബുവിന്റെ കേസിൽ സർക്കാർ CBIക്ക് അന്വേഷണത്തിന് എതിരുമായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം ഇത്ര വാചാലനായി താങ്കൾ പറഞ്ഞ വിജിലൻസോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ അതിൽ നടപടിയെടുക്കാതെ? കേരളത്തിലെ പോലീസും അന്വേഷണ സംവിധാനങ്ങളുമൊക്കെ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ തീരുമാനിക്കാറുള്ളത്, ഏതെങ്കിലും ഊഹാപോഹത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അപ്പോൾ ഏതെങ്കിലും വസ്തുതകളുണ്ടെങ്കിൽ ആ വസ്തുതകളുടെ പിന്നാലെ സാധാരണ അന്വേഷണ ഏജൻസികൾ പോകാറുണ്ട്. പുറത്ത് വന്നിട്ടില്ലെങ്കിൽ ഉണ്ടാകില്ല എന്ന് കണ്ടോളൂ, അത്രയേ ഉള്ളൂ.